വലിയ സന്തോഷത്തിന് പിന്നാലെ വലിയ ദുരന്തം വരുമ്പോൾ നമ്മൾ എന്തു പറയും? നമ്മൾ സാധാരണ പറയുന്നുണ്ട്, അത് വിധിയെ നമുക്ക് തടുക്കാനാവുമോ, അല്ലെങ്കിൽ ദൈവനിശ്ചയം, ഇതൊക്കെ നമുക്ക് പറയാനാ, ഇങ്ങനെയൊക്കെ നമുക്ക് സമാധാനിക്കാനേ ആവൂ. ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മൾ വലിയ പൊങ്ങച്ചമൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുക. വേറൊന്നും നമുക്ക് ചെയ്യാനാവില്ല. അപ്പോൾ ഇത് പറയുന്നത് ഈ ജോർജിയയിലുണ്ടായ ആ ഹെലികോപ്റ്റർ അപകടമാണ്. ഈ ദേവ് ഫിജിയുടെയും 26 വയസ്സുള്ള ഡെൽറ്റ എയർലൈൻസിൻ്റെ ഭാഗമായ എൻഡവർ എയർലൈൻസ്, അവിടെ ഫസ്റ്റ് ഓഫീസറാണ് പൈലറ്റ്. അപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷകൾ ഉണർത്തിയ ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കണ്ട പുതിയൊരു ദാമ്പത്യത്തിലേക്ക് ചുവടുവെക്കുകയാണ് ദേവ് ഫിജിയും ഭാര്യ ജസ്നിയും. അപ്പോൾ ഇവർ രണ്ടുപേരും വിവാഹത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച രാത്രി ഒരു 10 ശേഷമാണെന്ന് തോന്നുന്നു, 10 ശേഷം ഹെലികോപ്റ്ററിൽ താമസ സ്ഥലത്തേക്ക്, റിസോർട്ടിലേക്ക് മറ്റാണെന്ന് തോന്നുന്നു പോകുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ പോകുന്നതിന് അനുമതി കിട്ടിയതാണ്. അതുപോലെ തന്നെ അതിലൂടെ നിരന്തരം ഹെലികോപ്റ്റർ പറത്തി നല്ല പരിചയമുള്ള ആളാണ് പൈലറ്റ്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആരും സ്വപ്നമേ വിചാരിച്ചതല്ല. പക്ഷേ അന്ന് കടുത്ത മഴയും ഫോഗും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പാടെ കാലാവസ്ഥ ഒരു മോശപ്പെട്ട ദിവസമായിരുന്നു ഈ മേഖലയിലെല്ലാം, ഈസ്റ്റ് കോസ്റ്റിൽ മൊത്തം. അപ്പോൾ എന്തായാലും ഈ പോകുന്ന വഴിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വിമാനം തകർന്നു വീണു, കാട്ടിലാണ്. ഈ ഹെലികോപ്റ്റർ ആകുമ്പം ഈ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ അധികൃതർ അറിഞ്ഞു ഇങ്ങനെ ക്രാഷ് ഉണ്ടായി എന്ന്. പക്ഷേ അവിടെ എത്തിപ്പെടാനായിട്ട് 6 മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത്. കാട് വെട്ടി ആ ഭാഗത്ത് കാട് വെട്ടിത്തെളിച്ച രീതിയിലാണ് അങ്ങോട്ട് പോയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ അവർ എത്തിയപ്പോഴത്തേക്ക് പൈലറ്റും ദേവും മരിച്ചിരിക്കുന്നു. ജസ്നി ബോധവതിയായിരുന്നു എന്ന് പറയുന്നു. അവരുടെ ചുമലിലോ മറ്റോ ആണ് ഈ ദേവ് മരിച്ച് ശാരിക്കിടക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ചില ബന്ധുക്കൾ പറഞ്ഞത്. എങ്ങനെയായാലും ജസ്നി ആശുപത്രിയിലായി, അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ആ കുടുംബം അനുഭവിക്കുന്ന വേദനയെപ്പറ്റി നമുക്കതിനെ എങ്ങനെയാണ് പറയാൻ പറ്റുക? പാസം പറഞ്ഞാൽ കേൾക്കുന്ന നമ്മളും അക്ഷരാർത്ഥത്തിൽ വേദനിക്കുകയാണ് ചെയ്യുന്നത്, കരഞ്ഞു പോകുന്നു. ഈ മഹാദുഃഖത്തിൽ, ഈ മഹാവ്യസനത്തിൽ അവരെ എങ്ങനെയാണ് നമുക്ക് ആശ്വസിപ്പിക്കാനാവുക? ഏറ്റവും സന്തോഷപ്രദമായ ദിവസത്തിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കൊണ്ടുകൊണ്ട് ആ യുവദമ്പതികൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊരു മഹാദുരന്തം അവരെ വേർപെടുത്തിയിരിക്കുന്നു. അപ്പം അതിൽ നമ്മളും കണ്ണീരൊലിപ്പിക്കുന്നു. അതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ വിധി അല്ലെ ദൈവനിശ്ചയം, ഇതല്ലാതെ നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കും ആശ്വസിക്കാം. ഇങ്ങനെയുള്ള ഒഴുക്കൻ മട്ടിലുള്ള ഒരു ആശ്വാസമല്ലാതെ നമുക്ക് പറ്റില്ല. നമുക്കാർക്കും അതിനപ്പുറത്തൊന്നും ചിന്തിക്കാനാവില്ല. അപ്പോൾ ഇവർ ഈ ദേവിൻ്റെ മാതാപിതാക്കൾ അവർ മൂവാറ്റുപുഴ സ്വദേശികളാണ്. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റമെൻ്റ് ചർച്ച് അംഗങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അവർ. അപ്പം ഈ ഫ്യൂണറൽ അടുത്ത വെള്ളി ശനി ദിവസങ്ങളിലാണ് ഈ പൊതുദർശനവും സംസ്കാരവും എന്ന് ഇവരുടെ ബന്ധുവായ ജോമി നമ്മളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഈ മഹാദുഃഖത്തിൽ, ഈ വ്യസനത്തിൽ അവർക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാം ആശ്വാസം ഉണ്ടാവട്ടെ. മാതാപിതാക്കളുടെ ദുഃഖം, അതുപോലെ തന്നെ ഡേവിന് ഒരു സഹോദരിയാണുള്ളത്, ഇളയ സഹോദരി. അപ്പോൾ ആ സഹോദരിയുടെ ദുഃഖം, ഇതിലെല്ലാം അവരൊറ്റയ്ക്കല്ല. ഈ ദുഃഖത്തിൽ നമ്മളെല്ലാവരും കരയുന്നുണ്ട്, നമ്മളെല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. അത്രയെങ്കിലും പറഞ്ഞ് നമുക്കവരെ ആശ്വസിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. ഈ ദുഃഖങ്ങളിലും അവർ കരകയറട്ടെ. അതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ് വസ്തുത.